കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശവുമായി കെ സുധാകരൻ. സ്ത്രീകൾ കൂടി അടങ്ങുന്നതാണല്ലോ ഈ വിഷയമെന്നും പുരുഷന്മാർ മാത്രമല്ലല്ലോ എന്നുമാണ് കെ സുധാകരന്റെ വിചിത്രമായിട്ടുള്ള വാദം, വിവാദ പരാമർശം. രാഹുലിന്റെ ശബ്ദരേഖ കാര്യമായി എടുക്കേണ്ടതില്ല എന്നും അത് അവഗണിക്കൂ എന്നുമാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. കെ സുധാകരന്റെ ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. മാങ്കൂട്ടത്തിന്റെ വോയിസ് ക്ലിയർ ആണല്ലോ, വോയിസ് അത് സാർ കേട്ടില്ല തോന്നുന്നു. ആ വോയിസ് ഞാനത് കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ അത് കേൾക്കാണ്ടായിപ്പോയി സാർ പറഞ്ഞു. അതുകൊണ്ടാണ് പ്രതിരോധത്തിലായത്. അതൊന്ന് സാർ കേട്ടിട്ട് എന്നോട് മറുപടി പറഞ്ഞിട്ട് വലിയ ഉപകാരമാണ്. സാരമില്ല, ഓക്കെ. നിങ്ങളത് കേട്ടിട്ടില്ല, തീരെ കേട്ടിട്ടില്ല. കാര്യമാക്കി നിങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഇഗ്നോർ ചെയ്തൊക്കെ പോകുന്ന പറയാം. അല്ല സാർ, അത് വല്ലാത്തൊരു സംസാരമായിപ്പോയി നിങ്ങളുടെ ഭാഗത്ത്. അത്രയും അല്ല, പ്രൊട്ടക്ട് ചെയ്തില്ല സാർ. അത് പ്രൊട്ടക്ട് ചെയ്തില്ല സാർ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ട് ഇത്രയും വലിയ സംസാരിച്ചിട്ടൊന്നുമില്ല. പ്രൊട്ടക്ട് ചെയ്തവൻ ഇനി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളല്ല, അത്രയും വലിയൊരു വോയിസ് പുറത്തു എടുക്കണ്ടല്ലോ സാറേ. അത്രയും വലിയൊരു വോയിസ് പുറത്തു എടുക്കുന്നുണ്ടല്ലോ ആ സ്ത്രീ ആയിട്ട് സംസാരിക്കുന്നത്. അത് സാർ കേൾക്കാത്തോണ്ടാണ് വിഷയം പറ്റിയത്. അതൊന്നും സാർ കേൾക്കണം. കാരണം അത്രയും വിഷയമുള്ള സംഭവമാണ് അത്. കാരണം ഒറ്റ സ്ത്രീകളും നമുക്ക് വോട്ട് ചെയ്യൂല അത് കേട്ട് കഴിഞ്ഞാല്. അപ്പൊ ഇന്നലെ അല്ല, സ്ത്രീകളും എല്ലാം അടങ്ങുന്നതാണല്ലോ ഈ പരിപാടി. ഇങ്ങനെ പുരുഷന്മാർ മാത്രമല്ലല്ലോ. യെസ്, പി വി കുട്ടൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കുട്ടൻ, അതായത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് ഈ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അതായത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് കഴിഞ്ഞ 3 മാസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള ഓരോ ദിവസവും ഓരോ പുതിയ ആരോപണങ്ങൾ വരുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് നമുക്ക് പറയാൻ പോലും പറ്റില്ല ആ സ്ത്രീയോട് ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്യുന്നത്, ആ ഫോൺ സംഭാഷണം ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആ യുവതി. എന്തായാലും അതൊക്കെ കേട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ സുധാകരൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം അത് നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ടാകും. എന്തായാലും അത് കേട്ടിട്ടും ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം. പി വി കുട്ടൻ. ഭദ്ര, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുമാണ് മുൻ KPCC പ്രസിഡന്റും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. പല നേതാക്കളും രാഹുലിനെ തള്ളിപ്പറയുന്നു എന്ന ഒരു വ്യാജ പ്രതീതിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കെ സുധാകരൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ്. നേരത്തെയും ഇത്തരത്തിൽ പല വിഷയങ്ങളിലും വിവാദ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ ഓഡിയോ സംഭാഷണം കേൾക്കൊരു ചെറുപ്പക്കാരൻ കെ സുധാകരനുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ട്, താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ദോഷം ചെയ്യും, സ്ത്രീകളുടെ വോട്ടുകളൊന്നും തങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ആ ശബ്ദ സംഭാഷണം, അതായത് രാഹുലിൻ്റെ ശബ്ദരേഖ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ആ ഘട്ടത്തിലാണ് കെ സുധാകരൻ പറയുന്നത്, രാഹുലിൻ്റെ വിവാദമായ ശബ്ദരേഖയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല, ഇഗ്നോർ ചെയ്യൂ, അവഗണിക്കൂ എന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് കെ സുധാകരൻ പറയുന്നത്. അതിനുശേഷമാണ് ഈ സംസാരിക്കുന്നയാൾ കെ സുധാകരനോട് പറയുന്നത്, ഇത്തവണ സ്ത്രീകളുടെ വോട്ടൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, കാരണം അത്രയും സ്ത്രീവിരുദ്ധമായ നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്, ആ ശബ്ദരേഖയൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ, എന്നിട്ടും എന്താണ് ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോഴാണ് വളരെ വിചിത്രമായൊരു ന്യായം, വളരെ വിചിത്രമായൊരു വാദം കെ സുധാകരൻ അവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇത് സ്ത്രീകൾ കൂടി അടങ്ങുന്നതാണല്ലോ ഈ വിഷയം എന്നാണ് കെ സുധാകരൻ്റെ പരിഹാസത്തോടു കൂടിയുള്ള പ്രതികരണം. പുരുഷന്മാർ മാത്രമല്ലല്ലോ ഇതിലുള്ളത് എന്നും കെ സുധാകരൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏത് തരത്തിലാണ് സ്ത്രീകളോട് പെരുമാറുന്നതെന്ന് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കെ സുധാകരൻ്റെ ഈ ഫോൺ സംഭാഷണം എന്നുള്ളത്. ശിഷ്യന് പറ്റിയ ഗുരുനാഥൻ എന്ന രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി അറിവുള്ളതാണ്. കേരളം വളരെ സജീവമായി അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് കെ സുധാകരൻ ഇത്തരത്തിൽ വളരെ മോശമായൊരു പരാമർശവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഇരയാക്കപ്പെട്ട ആ ഒരു സങ്കടകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കാണ് കെ സുധാകരൻ്റെ പ്രസ്താവനകളൊക്കെ വന്നിരിക്കുന്നത്. കുട്ടൻ, അത് മാത്രമല്ല കുട്ടൻ, നമുക്കറിയാം ഈ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ആ യുവനടി അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടു, എൻ്റെ പരാതിയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ VD സതീശനാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വളരെ നിസ്സാരമായി ഒഴിഞ്ഞു മാറുന്നത്. ഒരു വിധത്തിലുമുള്ള പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ ഒന്നും തന്നെ സംസാരിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലാണ് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്വീകാര്യത ഒരുക്കുന്നത് ഈ പറയുന്ന
സ്ത്രീകളടക്കം, അതായത് പാർട്ടിക്കകത്തുള്ള വനിതകളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ? ഭദ്ര, രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണമായും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും സ്വീകരിക്കുന്നത്. ചില ചുരുക്കം നേതാക്കൾ, രമേശ് ചെന്നിത്തല പോലെയുള്ള ചില നേതാക്കൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ആ ഗ്രൂപ്പ് തർക്കത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം നേതാക്കളും പല പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ്. ചിലർ മൗനം പാലിക്കുന്നു, ചിലർ ഒരു വളരെ ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ കാണുന്നു. അങ്ങനെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ രംഗത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഈ കോൺഗ്രസിനകത്ത് തന്നെയുള്ള വനിതാ നേതാക്കൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുലിനെ അനുകൂലിച്ചും പല വനിതാ നേതാക്കളും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ എതിർത്ത് വരുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ വിമർശിച്ചു കൊണ്ടുവരുന്ന വനിതാ നേതാക്കളെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രസ്താവന എന്നുള്ളതാണ് കേരളത്തിന് ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു വിവാദ പ്രസ്താവനയാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ട്, ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഭദ്ര.